സോ കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ പോസ്റ്റ് ചെയ്തു എന്ന് ഓർത്തിട്ട് നമുക്ക് റിസൾട്ട് വരണമെന്ന് നിർബന്ധമില്ല. സോ റിസൾട്ട് എന്ന് പറയുന്നത് നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന കൺസിസ്റ്റൻസിയും അതുപോലെ തന്നെ നമ്മുടെ കോണ്ടന്റിന്റെ ക്വാളിറ്റിയെയും കൂടെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും. സോ നമ്മൾ പ്രോപ്പർ ആയിട്ട് പോസ്റ്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മൾ എവറി പോസ്റ്റിങ്ങിൽ നമ്മുടെ കോണ്ടന്റിന്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാനായിട്ട് നോക്കണം. അതായത് ഒരു പോസ്റ്റ് നമ്മൾ പോസ്റ്റ് ചെയ്താൽ അതിന്റെ ഇൻസൈറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി ചെയ്യണം. എങ്ങനെയൊക്കെ നമുക്ക് അതിന്റെ എത്ര വാച്ച് ടൈം ഉണ്ട്, എത്ര പേര് അതിന്റെ അകത്ത് എൻഗേജ്മെന്റ് ചെയ്തിട്ടുണ്ട്, എത്ര പേര് ഷെയർ ചെയ്തിട്ടുണ്ട്. സോ അതിന്റെ ഒരു ഡീറ്റെയിൽ ഇൻസൈറ്റ്സ് നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ അല്ലെങ്കിൽ മറ്റേ പ്ലാറ്റ്ഫോംസിൽ പോയ ഇൻസൈറ്റ് സെക്ഷനിൽ നിന്ന് കിട്ടും. അത് പ്രോപ്പറായിട്ട് അനലൈസ് ചെയ്തിട്ട് എങ്ങനെ നമുക്ക് നെക്സ്റ്റ് കോണ്ടന്റ് കുറച്ചും കൂടി ഇമ്പ്രൂവ് ആയിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. സോ കോണ്ടന്റ് ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യുക, അതിനോടൊപ്പം തന്നെ നല്ല കൺസിസ്റ്റൻസിയിലായിട്ട് നമ്മൾ പോസ്റ്റിംഗ് കൂടെ ചെയ്താലാണ് നമുക്ക് റിസൾട്ടിലേക്ക് എത്താൻ പറ്റുക. കൺസിസ്റ്റൻസി മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല, ബിക്കോസ് കോണ്ടന്റ് ക്വാളിറ്റി കുറവാണെങ്കിൽ നമ്മൾ എവറി ഡേ പോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് റിസൾട്ടിലേക്ക് എത്താൻ പറ്റണമെന്നില്ല. എന്നാൽ നല്ല കോണ്ടന്റ് ക്വാളിറ്റി നമ്മളൊരു കൺസിസ്റ്റന്റ് അല്ലെങ്കിൽ ഒരു ഓൾട്ടർനേറ്റീവ് ഒരു ഷെഡ്യൂൾ സെലക്ട് ചെയ്ത ശേഷം നമ്മൾ അതിനനുസരിച്ച് പോസ്റ്റ് ചെയ്താൽ നമുക്ക് കുറച്ചും കൂടെ റിസൾട്ടിലേക്ക് എത്താൻ പറ്റും.